അമ്പലത്തിൽ നടന്നിട്ടുള്ള അടിപിടിയും സമരത്തിൽ നടന്നിട്ടുള്ള ഉന്തും തള്ളും ഒക്കെയാണോ ഈ കാപ്പ കേസിൽ ചേർക്കേണ്ടത്? ഒരു കൗൺസിലറാണ് ഈ പറയുന്ന സുഗതൻ. അയാൾ ഇവിടെയൊക്കെ എത്തണം. ഇതൊക്കെ അയാൾ ഇടപെടേണ്ടതായിട്ടുള്ള കാര്യമാണ്. എന്തൊക്കെയാണ് ഈ കാപ്പ കേസിൽ വരുന്നത്? വ്യാജ വാറ്റുകാര്, കള്ളനോട്ട് നിർമ്മാണം, മയക്കുമരുന്ന് കുറ്റവാളികള്, ഹവാല തട്ടിപ്പ്, വാടക ഗുണ്ടകള്, നല്ല മാർഗത്തിലൊന്നും നടക്കാത്ത കുറ്റവാളികള്, കൊള്ളപ്പലിശക്കാര്, വസ്തു കയ്യേറ്റക്കാര്, ഡിജിറ്റൽ ഡാറ്റ പകർച്ചവകാശം അപഹരിക്കുന്നവര്, ഇവരെയാണ് കാപ്പ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ സ്വഭാവങ്ങളൊക്കെയുള്ളവരെ കോടതി ഒരു തവണ ശിക്ഷിച്ചിരിക്കും. അവരുടെ നേരെയാണ് കാപ്പ പ്രയോഗിക്കേണ്ടത്. ഒരു അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയിലെ അംഗമെന്ന നിലയിൽ പ്രക്ഷോഭത്തിലോ പാർട്ടി പരിപാടികളിലോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കേസിൽ പെട്ടു എന്ന് കരുതി അവരെ കാപ്പ കേസിൽ ഉൾപ്പെടുത്തണം എന്നില്ല എന്ന കേസിലെ നിയമത്തിന്റെ ഭാഗമാണ്. ഈ നിയമത്തിന്റെ പരിധിയിൽ പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ ഈ പറയുന്ന നിയമത്തിൽ ഉൾപ്പെടുത്താറുമില്ല. അല്ലെങ്കിൽ പിന്നെ ഇതിലൊന്നും പെടാത്ത സുഗതൻ എന്ന BJP കൗൺസിലറുടെ വീട്ടിലേക്ക് പാതിരാത്രിക്ക് പോലീസുകാർ ചെന്ന് കാപ്പ ചുമത്തണമെങ്കിൽ മഹിളാ മന്ദിരത്തിന്റെ അഴിമതി ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. അതുമല്ലെങ്കിൽ VK പ്രശാന്ത് എന്ന മുൻ MLA അയാളെ സുഖിപ്പിക്കാൻ വേണ്ടി ചെയ്തതോ വല്ലതുമായിരിക്കും. അങ്ങനെയും സംശയിക്കേണ്ടി വരും. അതോ വരുന്ന തെരഞ്ഞെടുപ്പില് BJP തിരുവനന്തപുരം തൂത്തുവാരും. അത് സംഭവിക്കാതിരിക്കാൻ അവിടെയുള്ള കൗൺസിലർമാരെയൊക്കെ ചുമ്മാ ഓരോ കേസ് അങ്ങ് കൊടുത്ത് അകത്തിട്ട് ഭയപ്പെടുത്തി കളയാം എന്ന വിചാരമാണ്. അല്ല, ഈ തിരുവനന്തപുരത്തെ BJP കൗൺസിലറോട് ഈ ക്രിമിനൽ മൈൻഡിലുള്ള ഗവൺമെന്റിന്റെ ട്രീറ്റ് കാണുമ്പോൾ ജനങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയാൽ തെറ്റു പറയാൻ പറ്റില്ല. ഞാനൊരു നോർത്തേൺ ചരിത്രം പറയാം. പണ്ട് ഇതുപോലൊരാളെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്, നാട് കടത്തിയിട്ടുമുണ്ട്, അങ്ങ് ഗുജറാത്തില്. പിന്നീട് അതൊരു ചരിത്ര സംഭവമാവുമായിരുന്നു. ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയായ അമിത്ഷാ അദ്ദേഹത്തെ CBI അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, നാട് കടത്തുകയും ചെയ്തിട്ടുണ്ട്. അന്ന് അത് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവമായിട്ട് തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. 2010 കേന്ദ്രത്തിലെ UPA സർക്കാർ ഭരിക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അതിന്റെ പശ്ചാത്തലവും വസ്തുതയും എന്താണെന്ന് അറിയാമോ? 2005 ഗുജറാത്തില് സോഹ്റാബുജീൻ വ്യാജ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട കേസിൽ അമിത്ഷാ പ്രതിക്കൂട്ടിലാകുന്നു. അക്കാലത്ത് ഗുജറാത്തിലെ ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു അമിത്ഷാ. 2010 ഈ കേസ് അന്വേഷിച്ച CBI അമിത്ഷായെ കൊലപാതകം, ഗൂഢാലോചന എന്നീ കേസുകൾ ചുമത്തി അറസ്റ്റ് ചെയ്യുന്നു. ഇതേ തുടർന്ന് അമിത്ഷായ്ക്ക് മന്ത്രിസ്ഥാനം രാജി പ്ലേസ് ഹോൾഡർ വെക്കേണ്ടി വന്നു. അറസ്റ്റിലായി 3 മാസങ്ങൾക്ക് ശേഷം 2010 ഒക്ടോബറിൽ ഗുജറാത്ത് ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് CBI സുപ്രീം കോടതിയെ സമീപിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഗുജറാത്ത് സംസ്ഥാനത്ത് പ്രവേശിക്കാൻ പാടില്ല എന്ന നിബന്ധനകളോടെയാണ് ജാമ്യം സുപ്രീം കോടതി അനുവദിച്ചത്. ഇതിനുശേഷം 2 വർഷം 2010 മുതൽ 2012 വരെ ഗുജറാത്തിൽ പ്രവേശിക്കാതെ, അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ പ്രവേശിക്കാതെ അദ്ദേഹത്തിന് ഡൽഹിയിൽ താമസിക്കേണ്ടി വന്നു. 2012 സുപ്രീം കോടതി തന്നെയാണ് ഈ വിലക്ക് മാറ്റിയത്. രാഷ്ട്രീയ വേട്ടയാടൽ ആരോപണം. BJPയും അമിത്ഷായും അന്നും ഇന്നും പറയുന്ന ഒരേ ഒരു വാദം ഇത് കോൺഗ്രസിന്റെ പ്രതികാരമാണ് എന്നാണ്. നരേന്ദ്രമോദിയെയും അമിത്ഷായെയും രാഷ്ട്രീയമായിട്ട് തകർക്കാൻ കോൺഗ്രസ് സർക്കാർ CBIനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഉണ്ടാക്കിയ കള്ള കേസാണ് ഇത് എന്ന് അന്നും ഇന്നും ഒരേപോലെ അവർ ആരോപിക്കുന്നു. എന്നാൽ മനുഷ്യാവകാശ ലംഘനത്തിനെതിരായുള്ള നിയമപരമായിട്ടുള്ള നടപടിയാണ് നടന്നതെന്നാണ് അന്നത്തെ കോൺഗ്രസ് സർക്കാരിന്റെ വാദം. 2014 ശേഷം കേന്ദ്രത്തിലെ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കേസ് പരിഗണിച്ച മുംബൈയിലെ പ്രത്യേക CBI കോടതി അമിത്ഷായെ കുറ്റവിമുക്തനാക്കുകയായിരുന്നു. രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് CBI കേസ് എടുത്തതെന്നും അദ്ദേഹത്തിനെതിരെ വിചാരണ നടത്താനുള്ള ഒരു തെളിവും ഇല്ല എന്നും കോടതി പറയുകയുണ്ടായി. അതിനാൽ കോടതി പൂർണ്ണമായും അദ്ദേഹത്തെ വെറുതെ വിട്ടു. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയ പ്രതികാരത്തിന്റെ ഭാഗമായി അമിത്ഷായെ അറസ്റ്റ് ചെയ്യുകയും നാട് കടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ കോടതിയുടെ മുമ്പിൽ തെളിവുകളാണ് നിരത്തേണ്ടത്. ആ തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കുകയും ചെയ്തു. തിരുവനന്തപുരത്തെ കൗൺസിലർ സുഗതന്റെ ഈ ഒരു കാപ്പ കേസ് കേൾക്കുമ്പോൾ പഴയ ആ ചരിത്രം ഓർമ്മിച്ചു പോവുകയാണ്.